ഗുണ്ടാ വിളയാട്ടം കേരളത്തിൽ പെരുകിയിട്ടും ആഭ്യന്തര വകുപ്പ് കർശന നടപടി എടുക്കുന്നില്ല എന്നൊരു ആരോപണവും ഉയരുന്നുണ്ട്. കേരളത്തിൽ എത്ര കേസുകൾ വർദ്ധിച്ചു എന്നത് കാണുമ്പോഴാണ് ഗുണ്ടാ സംഘത്തിന്റെ വിളയാട്ടം എത്രമേൽ രൂക്ഷമാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. തിരുവനന്തപുരത്ത് നിന്നും സുനുഷ എല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മൂന്നക്കവും കടന്ന ഗുണ്ടകളുടെ എണ്ണവും കുറ്റകൃത്യങ്ങളും ദിനം പ്രതി പെരുകുകയാണ്. സംസ്ഥാനത്ത് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമെന്ന് സംശയമേതുമില്ലാതെ പറയും കണക്കുകൾ. 2022 മുതൽ തുടങ്ങി 2024 മാർച്ച് വരെയുള്ള കണക്കുകൾ. സംസ്ഥാനത്തൊട്ടാകെ നടന്ന കൊലപാതകങ്ങൾ 1000-ഓടടുത്തു. 2.5 വർഷം കൊണ്ട് നടന്ന കൊലപാതകങ്ങളുടെ എണ്ണം 772. അതിൽ ഈ വർഷം തുടങ്ങി 3 മാസം പിന്നിടുമ്പോഴേക്കും കേസുകളുടെ എണ്ണം 100 കടന്നു. ഒരു പതിറ്റാണ്ടിനിടെ കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തത് 2023 ശേഷമെന്നും വ്യക്തം. കൊലപാതക ശ്രമങ്ങളുടെ എണ്ണവും 1000 കടന്നിട്ടുണ്ട്. 2.5 വർഷത്തെ കണക്ക് നോക്കിയാൽ 2000-ലും അധികമാണ്. കഴിഞ്ഞ വർഷം മാത്രം വധശ്രമ കേസുകളുടെ എണ്ണം 1015ആയി. 2024 മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം അത് 343. ബലാത്സംഗ കേസുകളിലും ക്രമാതീതമായ വർധനവാണ് ഉണ്ടായത്. 1.5 വർഷം കൊണ്ട് റിപ്പോർട്ട് ചെയ്തത് 3338 കേസുകളാണ്. കഴിഞ്ഞ വർഷം മാത്രം 2649-ലെത്തി. കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് കൊടും കുറ്റവാളികളുടെ എണ്ണത്തിലെ വർധനവ് കൂടി പരിശോധിക്കേണ്ടത്. 2022 പോലീസ് തയ്യാറാക്കിയ കണക്കനുസരിച്ച് സംസ്ഥാനത്തുണ്ടായിരുന്ന സജീവ ഗുണ്ടകളുടെ എണ്ണം 2272 എന്നാൽ വർഷം 2 പിന്നിടുമ്പോൾ ഗുണ്ടകളുടെ എണ്ണം 2815-ലെത്തി. അതായത് 500-ലധികം ഗുണ്ടകളാണ് ഈ വർഷത്തിനിടെ പെരുകിയത്. പക്ഷേ ഇവരെ നിരീക്ഷിക്കാനോ നടപടിയെടുക്കാനോ പോലീസ് തയ്യാറായില്ലെന്നതും ശ്രദ്ധേയം. ശരാശരി 33-ലധികം കൊലപാതക കേസുകളാണ് ഓരോ മാസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിന് കടിഞ്ഞാണിടാൻ കർശന നടപടിയുണ്ടായേ മതിയാകൂ. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.